ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഓരോ തവണ എക്സ്ക്യൂസ് പറഞ്ഞ് ഇനി എക്സ്ക്യൂസും കൊണ്ട് വരുന്നില്ല കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് കഴിയുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് കഥയിട്ട് തരാം. എല്ലാ കഥകളും കംപ്ലീറ്റഡ് ആണെന്നുള്ളതുകൊണ്ട് എനിക്ക് സമാധാനമാണ്. എനിക്കൊരു അവസരം തന്നാൽ മതി, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റോറി എത്തിച്ച് തരും കേട്ടോ. ആരും കഥ മറന്നു പോകരുത്, ആരും എന്നെ ഇട്ടിട്ട് പോകരുതേ. നയനം 42-ാം ഭാഗമാണ്. അർജുൻ ഡ്രൈവിംഗ് തുടങ്ങിയിട്ട് ഏറെ നേരമായി. ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്. ഉറക്കം വരാതെ ഈ ഡ്രൈവിംഗ് തുടർന്ന് ബാംഗ്ലൂരിലെത്തുക പോസിബിൾ അല്ല. ആ വീട്ടിൽ തൻ്റെ പെണ്ണിനെയും കെട്ടിപ്പിടിച്ച് ഇതുവരെ ഉള്ളിൽ പൂഴ്ത്തിയ പൂതിയും തീർത്ത് ഉറങ്ങാനാണ് മോഹമെങ്കിലും അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും മുന്നിൽ അതെങ്ങനെ സാധ്യമാക്കും എന്നോർക്കുമ്പോൾ അവന് പ്രയാസം തോന്നി. അർജുൻ ആലോചനയോടെ നെറ്റി ഒന്നൊഴിഞ്ഞ് ആ കൈച്ചുണ്ട് വിരൽ പതിയെ കടിച്ചു. ഡാഷ്ബോർഡിലിരിക്കുന്ന ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. മുന്നോട്ട് നോക്കിക്കൊണ്ട് അർജുൻ ഫോൺ കയ്യിലെടുത്തു. ഡാഡ. അവൻ ഫോൺ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലിട്ടു അവിടെ തന്നെ വെച്ചു. അർജുൻ, നീ എവിടെയാ? ശിവൻ്റെ സ്വരം വേദന കൊണ്ട് ഇടറി. ഞാൻ ഡ്രൈവിങ്ങിലാണ്, പിന്നെ വിളിക്കാം. വരുന്ന സ്ഥലമോ പോകുന്ന സ്ഥലമോ പറയാൻ പറ്റാത്തതുകൊണ്ടും ശിവൻ വിളിച്ചതിൻ്റെ കാരണം അറിയുന്നതുകൊണ്ടും അർജുൻ വേഗം കോൾ കട്ട് ചെയ്തു. അർജുൻ, ഇഷി ഡൈഡ്. കട്ട് ചെയ്യുന്ന നേരം അവൻ കേട്ടു ശിവൻ്റെ വാക്കുകൾ. അതോടെ ശിവൻ വിളിച്ചതിന് കാരണം അവൻ ഉദ്ദേശിച്ചത് തന്നെയാണെന്ന് ഉറപ്പായി. നയനയുടെ വീടിൻ്റെ പരിസരത്ത് വെച്ചാണ് അപകടം ഉണ്ടായതെന്ന ഒരു തെളിവ് ഇവർക്ക് കിട്ടിയാൽ അത് ആ കുടുംബത്തെയും അവരുടെ സുരക്ഷയെയും ബാധിക്കുമെന്ന് അവൻ ഭയന്നു. എത്രയും വേഗം അവരെ ആ നാട്ടിൽ നിന്ന് മാറ്റണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. അർജുൻ അന്ന് റൂമെടുത്ത ഹോട്ടലിൽ തന്നെ വാഹനം കൊണ്ടു നിർത്തി. ഇന്നവിടെ ഉറങ്ങി നാളെ രാവിലെ ബാംഗ്ലൂരിലേക്ക് എന്ന ഉദ്ദേശത്തിൽ അവൻ ഹോട്ടലിലേക്ക് കയറിപ്പോയി. കോശി മുൻവശത്തെ വാതിലടച്ച് മുറിയിൽ കയറുമ്പോൾ ത്രേസി അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. നീ വാ, സംസാരിക്കാനുണ്ട്, ത്രേസിയോടായി പറഞ്ഞുകൊണ്ട് അയാൾ ഹാളിലെ കസേരയിൽ വന്നിരുന്നു. ഉത്കണ്ഠയോടെ ആ ഇരിക്കുന്നയാളെ നോക്കിക്കൊണ്ട് ത്രേസിയയും അയാൾക്കരികിലിരുന്നു. ബെഡിൽ മുഖം പൊയ്ത്തി കിടന്നിരുന്ന നയനയും അപ്പച്ചൻ്റെ ശബ്ദം കേട്ടിരുന്നു. അവർ രണ്ടുപേരും ഹാളിൽ ഉണ്ടെന്ന് മനസ്സിലായതും നയന എഴുന്നേറ്റ് അവളുടെ അടച്ച മുറി വാതിലിന് അരികിൽ വന്നു നിന്നു. എന്താ ചായ? ക്ഷീണം കൊണ്ട് കിടക്കാൻ ഒരുങ്ങിയവൻ ഉറങ്ങാതെ ഈ വന്നിരിക്കുന്നതിൻ്റെ പതിവില്ലായ്മ കണ്ട് ത്രേസ്യക്ക് ഭയമായി. ആ പോയ ചെറുപ്പക്കാരൻ നമുക്ക് ചെയ്തു തരുന്ന സഹായങ്ങൾ നീ കാണുന്നില്ലേ? നമ്മൾ കാണാതെയും നമ്മളെ അറിയുന്നതിന് മുന്നേയും അവൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുമോളെ രക്ഷിച്ചവനാണ് അവൻ. ഇന്നത് ആരോഗ്യത്തോടെ ഓടി നടക്കുന്നു. നമ്മുടെ പൊന്നുമോൾ അവൻ്റെ ദയയാണ്. പണം ഒരു പ്രശ്നമല്ലാത്തതുകൊണ്ട് അവന് നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളുടെ വലിപ്പം അറിയുന്നുണ്ടായിരിക്കില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്തു തരുന്നതൊക്കെയും ഈ ആയുഷ്കാലം അവനോട് കടപ്പെട്ടിരിക്കണം. കൊച്ചു ചെയ്തത് തെറ്റ് തന്നെയാണ്, പക്ഷേ അവൾക്ക് തെറ്റ് പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവളുടേതാണ് ശരി. നമ്മുടെ കൊച്ചിലേക്ക് അവൻ എത്തിയ വഴി, അതിനു മുമ്പ് അവൻ താണ്ടിയ ജീവിതം ഒന്നും ന്യായീകരിക്കുന്നില്ല. അവൻ്റെ കുട്ടിക്കാലം അങ്ങനെയൊരു അർജുനെ സൃഷ്ടിച്ചു എന്നതാണ് സത്യം. ഒരു നിശ്വാസത്തിൽ തുടങ്ങി കോശി അർജുൻ പറഞ്ഞ അവൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് മുഴുവൻ പറഞ്ഞു തീർത്തതും ത്രേസ്യയുടെ മിഴികൾ വിടർന്നു വന്നിരുന്നു. അവർ മൗനമായി മെയ്കൾ അടച്ചു തല കുമ്പിട്ടിരുന്നു. അകത്തു മുറിയിൽ വാതിലിനോരം ചേർന്ന് നിന്നവളുടെ ചങ്കിടിപ്പേറി. നെഞ്ചിൽ കൈ അമർത്തി അവൾ ശബ്ദമില്ലാതെ കരഞ്ഞു. തന്നോട് പോലും പറഞ്ഞിട്ടില്ലാത്ത അവൻ്റെ ജീവിതം അവൻ അപ്പച്ചനോട് പറഞ്ഞിരിക്കുന്നു. അത്രമേൽ അപ്പച്ചനോട് അടുപ്പം തോന്നാനുള്ള കാരണം അവൾ ചിന്തിച്ചുപോയി. അവൻ ഇനി തിരിച്ചു വരുമോ എന്നല്ലേ നിന്റെ സംശയം? ഞാൻ ഉറപ്പ് പറയുന്നു, അവൻ തീർച്ചയായും തിരിച്ചു വരും. നമ്മുടെ കൊച്ചിനെ അവൻ കൊണ്ടുപോകുകയും ചെയ്യും. മനസ്സറിഞ്ഞ് നമ്മൾ അവളെ
കൊടുത്താൽ മാത്രം മതി. കസേരയിൽ നിന്ന് പാടുപെട്ട് എഴുന്നേറ്റ് പോകുന്ന ത്രേസ്യയോടായി അയാൾ ആ ഇരിപ്പിൽ തന്നെ ഉറപ്പോടെ ഗൗരവത്തോടെ പറഞ്ഞു. ത്രേസ്യ നിസ്സഹായതയോടെ തിരിഞ്ഞു നോക്കി. പിന്നെ വീണ്ടും ആ മുറിയിലേക്ക് തന്നെ നടന്നു. അർജുൻ്റെ കാർ ഒരു വീടിൻ്റെ മുറ്റത്ത് വന്ന് നിർത്തി. അവൻ ഇറങ്ങും മുമ്പേ ഒരാൾ വന്ന് വാതിൽ തുറന്നിരുന്നു. അയാളുടെ കയ്യിലൊരു ഗ്ലാസ് ജ്യൂസുമുണ്ട്. അവനെ കണ്ടതും അയാളുടെ മുഖം തെളിഞ്ഞു. വാട്ട് എ സർപ്രൈസ് മാൻ! അയാൾ ആ ജ്യൂസ് ഗ്ലാസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. പറയാതെ വന്നത് ശരിയായില്ല. ആലിംഗനം കഴിഞ്ഞതും അയാൾ പറഞ്ഞു, എൻ്റെ വീട്ടിൽ വരാൻ പറച്ചിലും അനുവാദമൊക്കെ വേണോ അങ്കിളേ? അവൻ പോയി ആ സോഫയിൽ ചാടിയിരുന്നു. എന്നല്ല, നീ വരുന്നത് വരെ നിന്നെ നോക്കിയിരിക്കാൻ ഒരു രസമാണല്ലോ, അയാൾ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവനരികിൽ വന്നിരുന്നു. അർജുൻ അയാളെ വാത്സല്യത്തോടെ നോക്കി. ഈ ലോകത്ത് അവനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യൻ. ഇന്നാ ഇത് കുടിച്ചോ. അയാൾ കയ്യിലെ ജ്യൂസ് ഗ്ലാസ് അവന് കൊടുത്തു. അവൻ ഒരു തർക്കവുമില്ലാതെ ജ്യൂസ് വാങ്ങി കുടിച്ചു. നിദാമ ഇവിടെ ഇല്ലേ അങ്കിൾ? അവൻ ജ്യൂസ് മൊത്തം കുടിച്ചുകൊണ്ട് ടേബിളിൽ വെക്കുന്നതിനിടെ ചോദിച്ചു. ഉണ്ടുണ്ട്, അവൾക്കിപ്പോൾ ഓൺലൈൻ കൺസൾട്ടിങ്ങിൻ്റെ നേരമാണ്. എത്ര വയ്യെങ്കിലും അവളത് മാറ്റിവെക്കില്ല. എന്ന വല്ല ഗുണമുള്ള കാര്യമാണെങ്കിൽ ഓക്കെ എന്ന് പറയാമായിരുന്നു. ഇന്നലെയൊക്കെ ആകെ തളർച്ചയായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞാൻ കുറേ നിർബന്ധിച്ചു. പക്ഷെ കേൾക്കണ്ടേ നിന്റെ നിദാമ? അയാൾ പറയുന്നത് കേട്ട് അർജുൻ ഇരുന്നു. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഞാൻ പോയി നോക്കട്ടെ. അവൻ അവരെ കാണാൻ തിടുക്കമായി. അവൻ്റെ മിഴികൾ അടഞ്ഞ മുറിയിലേക്ക് പായിച്ചു. വേണ്ട, ഒരു അരമണിക്കൂർ അവളെത്തും. അപ്പോഴേക്കും നമ്മൾക്കെന്തെങ്കിലും മിണ്ടിയും പറഞ്ഞും ഇരിക്കാം. എത്ര നാളായി നിന്നെ കണ്ടിട്ട്? നീ എവിടെയായിരുന്നു? ബാംഗ്ലൂരിൽ തന്നെ ഉണ്ടായിരുന്നോ? വിളിച്ച ഫോൺ എടുത്താലെന്താ? നിദാമയ്ക്ക് നിന്നോട് പരിഭവങ്ങളേ കാണും. നിദാമയെ കാണാനുള്ള അവൻ്റെ കണ്ണിലെ ആഗ്രഹം അയാളുടെ സംസാരങ്ങൾ കേട്ടിരുന്നപ്പോൾ പതിയെ മാഞ്ഞു തുടങ്ങി. അപ്പോൾ നയനയെക്കുറിച്ചുള്ള കാര്യങ്ങളും ഇഷാനിയുടെ മരണവിവരവും ഈ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. അത്രയും ആശ്വാസം. കുറച്ച് സമയം കഴിഞ്ഞതും ആ മുറിയുടെ വാതിൽ തുറന്നു. എന്തോ ഓർത്തുകൊണ്ട് ആ മുറിയിൽ നിന്ന് വരുന്ന അവരെ കണ്ടതും അവൻ്റെ ചൊടിയിൽ സ്നേഹത്തിൻ്റെ പുഞ്ചിരി വിരിഞ്ഞു. സോഫയിൽ ഇരിക്കുന്നയാളെ കണ്ടതും അവരും ഞെട്ടി. അവനെ കുറച്ചു നേരം നോക്കിയെങ്കിലും പെട്ടെന്ന് ആ മുഖഭാവം മാറിപ്പോയി. അവനോടൊന്നും മിണ്ടുക പോലും ചെയ്യാതെ മുഖം തിരിച്ചു അടുക്കള ലക്ഷ്യമാക്കി പോയി. ചെല്ല്, നിനക്ക് കുറേ പണി കിടപ്പുണ്ട്. ഇനി എന്നെ ഒന്നിനും വിളിക്കരുത് കേട്ടോ എന്നും പറഞ്ഞ അയാൾ അവിടെ നിന്ന് തടി തപ്പി എഴുന്നേറ്റ് പോയിട്ടും അർജുൻ നെറ്റി തടവി അങ്ങനെ ഇരുന്നു. അർജുൻ കിച്ചണിലേക്ക് കടന്നു. കാണുന്നവർക്ക് പ്രയാസം തോന്നുമെങ്കിലും വളരെ അനായാസം കിച്ചണിലെ ജോലികൾ ചെയ്യുന്ന അവരെ അർജുൻ വേദനയോടെ നോക്കി നിന്നു. ഞാൻ എടുക്കാൻ നിദാമ. അവർ ബൗളിൽ കറി എടുക്കാൻ തുനിഞ്ഞതും അർജുൻ അവരെ തടഞ്ഞു. നിദ ബൗൾ താഴെ വെച്ച് തിരിഞ്ഞുപോയി. ആവും വിധം ജോലികൾ ചെയ്യണമെന്നാണ് അവരുടെ പക്ഷം. അതാണ് ഒരു ജോലിക്കാരിയെ പോലും വെക്കാത്തത്. ഫുഡൊക്കെ ടേബിളിൽ എടുത്തു വെച്ചോളൂ, ഞാനൊന്ന് ഫ്രഷായി വരാം. ഭർത്താവ് മോഹനോടായി പറഞ്ഞുകൊണ്ട് നിദ റൂമിലേക്ക് പോയി. അയാൾ എഴുന്നേറ്റ് വന്ന് കിച്ചണിലിരിക്കുന്ന ഭക്ഷണപാത്രങ്ങൾ എടുക്കാൻ വന്നപ്പോഴേക്കും അർജുൻ അതെല്ലാം എടുത്ത് ടേബിളിൽ വെച്ച് തുടങ്ങിയിരുന്നു. അവൻ്റെ പ്രവൃത്തി കണ്ട് മോഹൻ സ്തംഭിച്ചു നിന്നു. ഇത് ഞങ്ങളുടെ അർജുനാണോ? ഇത് ഞങ്ങളുടെ അർജുനല്ല. ഞങ്ങളുടെ അർജുൻ ഇങ്ങനെയല്ല. അവൻ്റെ പിറകെ നടന്ന് അയാൾ അവനെ കളിയാക്കിക്കൊണ്ടേയിരുന്നു. നിങ്ങൾ എന്നെ ഊതി സമയം കളയാതെ ഭാര്യയെ വളക്കാനുള്ള ടെക്നിക്ക് പറഞ്ഞതാ മനുഷ്യ. അർജുൻ ടേബിളിനരികിലുള്ള കസേരയിലിരുന്നു. എൻ്റെ കയ്യിലുള്ള വലിയ ഉഡായിപ്പുകളൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ അവളെ ആയ കാലത്ത് വളച്ചത്. ഇപ്പം പ്രായമായില്ലേ, മനസ്സൊന്നും പഴയ പോലെ പിടിതരുന്നില്ല. നിന്നെപ്പോലെ ചെറുപ്പമല്ലല്ലോടാ ചെറുക്കാ ഞാൻ. നീ ഭയങ്കര ബുദ്ധിശാലിയല്ലേ. ചെറിയ കുപ്പിയിലാക്കാൻ വേണ്ട മരുന്നൊക്കെ നിന്റെ കയ്യിൽ കാണാതിരിക്കില്ല. മോഹൻ അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് കുലുങ്ങിച്ചിരിച്ചു. അർജുൻ അയാളെ നോക്കി മുഖം കൂർപ്പിച്ചു. അവനേറെ പ്രിയമുള്ള ഒരാളാണ് അദ്ദേഹം. മോഹൻ റിട്ടയർഡ് കോളേജ് പ്രൊഫസറാണ്. കോളേജ് ലെക്ചറായി ജോലി നോക്കുന്ന കാലത്താണ് മെഡിക്കൽ സ്റ്റുഡൻ്റായ നിധയെ കാണുന്നത്. ആദ്യ കാഴ്ചയിൽ തന്നെ തോന്നിയൊരു ഭ്രമം പ്രണയമായി പടർന്നു പന്തലിച്ചു. പിന്നെ മോഹൻ കോളേജിലെ എല്ലാവരുടെയും കണ്ണിലൊരു പൂവാലൻ്റെ വേഷത്തിലായി. എങ്ങനെയെങ്കിലും ആ സുന്ദരിയുടെ മനസ്സിൽ കയറിപ്പറ്റണം.
വീട്ടിൽ നിന്നും പറഞ്ഞു വിടുന്ന കാറിലായിരുന്നു നിത മെഡിക്കൽ കോളേജിലേക്ക് പോയിരുന്നത്. ഒരു ഡോക്ടറായി ജീവിതം പടുത്തുയർത്തണമെന്ന സ്വപ്നം മാത്രമേ നിതക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആരെയും ഒറ്റയടിക്ക് വിശ്വസിക്കാത്ത നിത മോഹൻ്റെ സ്നേഹവും വിശ്വാസത്തിലെടുത്തില്ല. സ്വന്തം ചേച്ചിയുടെ, അതായത് അർജുൻ്റെ അമ്മയുടെ കുത്തഴിഞ്ഞ ജീവിതം തന്നെ അവർക്കൊരു പാഠമായിരുന്നു. നിതയെ ഒരു നോക്ക് കാണാൻ വേണ്ടി ദിവസവും മോഹൻ ആ കോളേജിൻ്റെ മുൻവശത്ത് വന്നു നിൽക്കും. കാറിൻ്റെ പിൻസീറ്റിലിരുന്ന് പാഞ്ഞു പോകുന്നവളുടെ ഒരു നോട്ടത്തിന് വേണ്ടി ദിവസവും അയാൾ എത്തും. അതൊക്കെ കഴിഞ്ഞിട്ടേ പിന്നെ അയാളുടെ ജോലിക്ക് പോയിരുന്നുള്ളൂ. പക്ഷെ നിത ആ മനുഷ്യനെ തീർത്തും അവഗണിച്ചു. മെഡിക്കൽ കോളേജിൻ്റെ കവാടത്തിന് മുമ്പിലുള്ള മോഹനൻ്റെ നിൽപ്പ് അയാളുടെ കോളേജിലൊരു പാട്ടായിരുന്നു. മെഡിക്കൽ കോളേജിലെ കോഴി എന്ന അയാളുടെ വിദ്യാർത്ഥികൾ കളിയാക്കി പറയാൻ തുടങ്ങി. ആകെ നാറിയാലും നിതയെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന വാശിയിലായി മോഹൻ. ഒരു ദിവസം മോഹൻ നിത സഞ്ചരിക്കുന്ന കാറിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് കാർ നിർത്തിച്ചു. നിതയോട് സംസാരിക്കണമെന്ന കാര്യം ഡ്രൈവറോട് പറഞ്ഞു. പക്ഷേ വീട്ടുകാർ അവൾക്ക് കാവലായി പറഞ്ഞുവിട്ട ഡ്രൈവർ അതിന് സമ്മതിച്ചില്ല. പിന്നെ അയാളും മോഹനും തമ്മിൽ വാക്കേറ്റമായി. കോളേജിലെ എല്ലാവരും അവിടെ കൂടി. നിതക്ക് ആകെ പരിഭ്രാന്തിയായി. അവർ നിസ്സഹായതയോടെ ആ കാറിൻ്റെ പിറകിലിരുന്നു അവരെ നോക്കിക്കണ്ടു. മിഴികൾ പിടച്ച് അവൾ ചുറ്റും നിൽക്കുന്നവരെ നോക്കി. അതിൽ തൻ്റെ കൂട്ടുകാരികളുണ്ട്, അധ്യാപകരുണ്ട്. ജീവിതം കൈവിട്ടു പോയോ? പടുത്തുയർത്താൻ ശ്രമിക്കുന്ന ഭാവി ഈ നിമിഷം തകർന്നു പോകുമെന്ന് അവൾ ഉറപ്പിച്ചു. മോഹനോട് അവൾക്ക് അങ്ങേയറ്റം ദേഷ്യം തോന്നി. നിത, മറ്റെന്തിനേക്കാളും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എനിക്ക് നിന്നെ വേണം. പോലീസ് ജീപ്പിൻ്റെ പിറകിലിരുന്ന് മോഹൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതിനുശേഷം എന്തെല്ലാം ഒരു പേക്കൂത്തായിരുന്നു. നിതയുടെ വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് പോലീസുകാർ വന്നെന്നെ ആ ലോക്കപ്പിലിട്ട് ജ്യൂസാക്കി. പിന്നെ എൻ്റെ മേത്ത് എല്ലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. മോഹൻ പഴയ കാലത്തിലേക്ക് മനസ്സുകളെ നീട്ടിക്കൊണ്ട് കയ്യും കാലും ഒക്കെ ഒന്ന് വിഴിഞ്ഞ് അർജുനെ നോക്കി. അവർ കഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും നിത അവർക്കരികിൽ വന്നു ഭക്ഷണം എടുത്തു കഴിച്ചു. മോഹൻ്റെ വാക്കുകളിലൂടെയാണെങ്കിലും പഴയകാല ഓർമ്മകൾ അവരുടെയും മിഴികൾ നിറച്ചിരുന്നു. എന്നാലും അർജുനോടുള്ള ദേഷ്യം കൊണ്ട് അവർ അവനെ മുഖമുയർത്തി നോക്കിയതേയില്ല. അർജുൻ ആ വീട്ടിലെ പൂന്തോട്ടങ്ങൾക്കിടയിലൂടെ നടന്നു. സിറ്റൗട്ടിലിരിക്കുന്ന നിതാമയെ അവൻ അവിടെ നിന്ന് കാണാം. പുള്ളിക്കാരി കാര്യമായിട്ട് എന്തോ വായനയിലാണ്. കവിത എഴുതുന്ന പതിവുണ്ട് അവർക്ക്. അവർ രചിച്ച കവിത ഇടയ്ക്ക് അവനെ വിളിച്ച് ചൊല്ലിക്കൊടുക്കും. എഴുത്തും കവിതയുമായി അയൽബന്ധം പോലും ഇല്ലാത്തവന് എന്ത് പദ്യം, എന്ത് ഗദ്യം. അവൻ അവരെ കളിയാക്കി പൊട്ടിച്ചിരിക്കും. അതോടെ അവർ കുറുമ്പ് കയറി ഇനി നിന്നോട് മിണ്ടില്ലെന്നും പറഞ്ഞ് ഫോൺ വയ്ക്കും. കുഞ്ഞിലെ അർജുനെ നോക്കാൻ വന്ന ശിവൻ്റെ കാമുകിയെ അർജുൻ്റെ അമ്മ അവിടെ നിന്നും മാറ്റിയതോടെ അവനെ നിതാമ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ നിന്നാണ് അവൻ പഠിച്ചതൊക്കെ. ബിസിനസ്സിലേക്ക് ചേക്കേറിയപ്പോഴാണ് അർജുൻ ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ തുടങ്ങിയത്. സർവ്വസ്വാതന്ത്ര്യത്തോടെ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് അർജുൻ ഒരു തോന്നിവാസിയായി മാറിയത്. അവൻ്റെ നല്ല കാലത്തിന് അക്കാര്യങ്ങളൊന്നും നിതക്കറിയില്ല. എന്നാൽ മോഹന് ചിലതൊക്കെ അറിയതാനും. തിരക്കുകൾക്കിടയിലും നിതാമയുടെ അടുത്തേക്ക് ഓടിയെത്താൻ അവൻ സമയം കണ്ടെത്താറുണ്ട്. സ്നേഹത്തിൻ്റെ ആ തണലിൽ 2 ദിവസം മനസ്സ് നിറഞ്ഞ് അവൻ അവിടെ കഴിച്ചു കൂട്ടും. അവിടെ നിന്നാകും പിന്നീട് ഓഫീസിലേക്കുള്ള പോക്കും വരവും. ജന്മം നൽകിയ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടായിട്ടും അവൻ്റെ വിശേഷങ്ങൾ തിരക്കാനോ ഒന്ന് കരുതാനോ അവർ ഇന്നുവരെ ശ്രമിച്ചിട്ടില്ലാത്തതാണ് സങ്കടകരമായ ഒരു സത്യം. അർജുൻ അവിടെ നിന്ന് നിതയെ നോക്കി പുഞ്ചിരിച്ചുവെങ്കിലും അവർ മുഖം വെട്ടിച്ചു. നിതാമയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കുപ്പിയിലാക്കി കൊണ്ടുപോയില്ലെങ്കിൽ മനസ്സിൽ നെയ്ത പ്ലാനിങ്ങുകളൊക്കെ നടക്കില്ലെന്ന് ഓർത്തുകൊണ്ടുള്ള ഒരു പുഞ്ചിരിയാണത്. ഇനിയും പുഞ്ചിരിച്ചാൽ കരഞ്ഞു പോകും. നയനയെ കിട്ടിയപ്പോൾ നിതാമയെ പാടെ മറന്നത് തെറ്റായിപ്പോയി. മക്കളില്ലാത്തവർക്ക് താനല്ലേ അവരുടെ മകൻ. അർജുന് ഉള്ളിൽ ഖേദം തോന്നി. അവൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ റിങ് ചെയ്യുന്നത് നിതയും കേട്ടു. പക്ഷെ അവർ തല ഉയർത്തി നോക്കിയില്ല. അർജുൻ നിതയെ നോക്കിക്കൊണ്ട് തന്നെ ഫോൺ എടുത്തു. സ്ക്രീനിൽ കണ്ട പേര് നോക്കി അവൻ വേഗം അവിടെ നിന്ന് മുന്നോട്ട് നടന്നു. അർജുൻ അവിടെ നിന്ന് മാറിപ്പോകുന്നത് നിത തല ഉയർത്തി നോക്കി. അർജുനേട്ടൻ എവിടെയാ? അപ്പുറത്ത് സങ്കടം നിറഞ്ഞ ചോദ്യം.
ഞാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ അടുത്തുണ്ട് എൻ്റെ പെണ്ണെ. എന്തേ, കാണാൻ തോന്നുന്നുണ്ടല്ലേ? അവൻ അത്രമേൽ സ്നേഹത്തോടെ തിരക്കി. കരച്ചിലൊതുക്കി അവൾ പതിയെ മൂളി. ഉടനെ ഞാൻ അങ്ങോട്ടെത്തും. നീ കാത്തിരിക്കണം. എന്നേക്കുമായി നീ എൻ്റെ കൈകളിലെത്താൻ ഇനി അധിക നാളുകളില്ല. അവൻ ഉറപ്പോടെ സംസാരിക്കുമ്പോഴും ഇടയ്ക്കിടെ നിലയെ ഒന്ന് പാളി നോക്കുന്നുണ്ടായിരുന്നു. എനിക്കിപ്പോൾ കാണണം അർജുനേട്ടാ. അരികിലുണ്ടായിരുന്ന സമയം അത്രയും പരിഭവവും പിണക്കവും കൊണ്ട് വെറുതെ കളഞ്ഞെന്ന് അവൾക്ക് തോന്നിപ്പോയി. തുടരും. ഇനി പിണക്കങ്ങളും നിതാമയൊന്ന് സെറ്റപ്പാക്കിയിട്ട് ഇനി അവരുടെ കല്യാണത്തിലേക്കുള്ള ഒരുക്കങ്ങളാണ്. നമുക്ക് അർജുൻ്റെയും നയനയുടെയും കല്യാണവും കൂടാം കേട്ടോ. എല്ലാവർക്കും നന്ദി.